ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 104-ാമത്തെ പേജിലുള്ള ഡിസ്ക് പ്രോലാപ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. അതായത് ഡിസ്ക് പ്രോലാപ്സൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ നട്ടല് തെറ്റി എന്നൊക്കെ നമ്മുടെ നാട്ടുകാർ നമ്മളുടെ നാടൻ ഭാഷയിൽ പറയുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. 104-ാമത്തെ പേജിലാണ്. Vertebral column is the part that gives protection to the spinal cord along with support to the body. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ് വെർട്ടിബ്രൽ കോളം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് എന്താണ്? നട്ടെല്ലിന് അല്ലെങ്കിൽ നട്ടെല്ലിലുള്ള സുഷ്മനയ്ക്ക് സംരക്ഷണവും ശരീരത്തിന് താങ്ങും നൽകുന്ന ഒരു ഭാഗമാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിബ്രൽ കോളമാണ്. അപ്പോൾ ഈ നട്ടെല്ലിൻ്റെ പണി എന്താണ്? അത് സുഷ്മനയ്ക്ക് എന്ത് ചെയ്യുന്നു? സംരക്ഷണം നൽകുന്നു, അതോടൊപ്പം തന്നെ ശരീരത്തിന് താങ്ങ് നൽകുന്നു. വെർട്ടിബ്രൽ കോളം അതായത് നട്ടൽ ഈസ് ദ പാർട്ട് ഗീവ്സ്, ഈ ഭാഗമാണ് നൽകുന്നത് പ്രൊട്ടക്ഷൻ ടു ദ സ്പൈനൽ കോഡ്, സ്പൈനൽ സുഷുമ്നയ്ക്ക് സംരക്ഷണം നൽകുന്നു. എലോങ് വിത്ത് സപ്പോർട്ട് ടു ദ ബോഡി, നമ്മളുടെ ശരീരത്തിന് താങ്ങും നൽകുന്നു. ഈച്ച് ബോൺ ഇൻ ദ വെർട്ടിബ്രൽ കോളം ഈസ് കോൾഡ് വെർട്ടിബ്ര. അതായത് ഈച്ച് ബോൺ, അതായത് ഈ നട്ടെല്ലിലുള്ള ഓരോ എല്ലുകളെയും വിളിക്കുന്നത് വെർട്ടിബ്ര എന്നാണ് വിളിക്കുന്നത്. നട്ടെല്ലിലെ ഓരോ എല്ലുകളെയും വിളിക്കുന്ന പേരുകളാണ് വെർട്ടിബ്ര അല്ലെങ്കിൽ കശേരു എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. എ പെക്യൂലിയർ പാർട്ട് കോൾഡ് ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്ക് which is filled with a gel-like substance is found in between two vertebrae. അതായത് ഈ കശേരുക്കളുടെ ഇടയിൽ, രണ്ട് കശേരുക്കളുടെ ഇടയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ദ്രാവക ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് എ പെക്യൂലിയർ പാർട്ട് ഈസ് കോൾഡ് ഇൻട്രാവെർട്ടിക്കൽ ഡിസ്ക്. അതായത് രണ്ട് കശേരുക്കൾക്കിടയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഭാഗമുണ്ട്, അതിനെ വിളിക്കുന്നത് ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്ക് എന്നാണ്. അവ എന്താണ്? ഒരു തരം ജെല്ല് ലൈക്കുള്ള സബ്സ്റ്റൻസ്, അതായത് എന്താണ് പറയപ്പെടുന്നത്? അവ നിറഞ്ഞിരിക്കുന്നത് എന്ത്? ജെല്ല് പോലുള്ള ഒരു വസ്തു കൊണ്ട്. ഈ രണ്ട് കശേരുക്കളുടെ ജെല്ല് പോലെ നിറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ഈ ജെല്ല് പോലെ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്നാണ് അവയെ വിളിക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്ക് ദേ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ വെർട്ടിബ്രൽ കോളം. അവ എന്ത് ചെയ്യുന്നു? വെർട്ടിബ്രൽ കോളത്തിന് വഴക്കം നൽകുന്നു. ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ക്ഷതങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഏതിനു വേണ്ടിയിട്ട്? ഈ സുഷുമ്നയെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു, സ്പൈനൽ കോഡിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. It is the presence of the intravertebral disc that enables us to move in such activities like ബെൻഡിങ് ആൻഡ് സ്ട്രൈറ്റനിങ് അപ്പ്. അതായത് ഈ ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ പ്രവർത്തനമാണ് നമ്മളെ സഹായിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ചലനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഏത് രീതിയിലുള്ള ചലനം? കുനിയുന്നതിനും നിവർന്നു നിൽക്കുന്നതിനും തുടങ്ങിയിട്ടുള്ള ചലനങ്ങൾക്ക് ഇവ സഹായിക്കുന്നു. ദിസ് ഡിസ്ക് ഓൾസോ ഡിസ്ട്രിബ്യൂട്ട് ദ ബോഡി വെയ്റ്റ് ഈക്വലി ത്രൂ ഔട്ട് ദ വെർട്ടിബ്രൽ കോളം. ഈ ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്ക് ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരത്തെ നട്ടെല്ലിലുടനീളം തുല്യമായി വിതരണം ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ നട്ടെല്ലിൻ്റെ എല്ലാ ഭാഗത്തും ശരീരഭാഗത്തെ തുല്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുമായിട്ടും ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്ക് സഹായിക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? ദ വെയറിംഗ് ഓഫ് ദ വെർട്ടിബ്രേറ്റ്, sudden shock and continuous strain on the vertebral column can cause bulging out of the gel-like part inside the intravertebral disc. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്കിനകത്ത് ജെല്ലി പോലെയുള്ള, ദ്രാവകം പോലെയുള്ള ഒരു പദാർത്ഥമുണ്ട്. ആ പദാർത്ഥം ഒരു പക്ഷേ അതായത് തേയ്മാനം സംഭവിക്കുന്നത് കൊണ്ടോ പെട്ടെന്നുള്ള കുലുക്കം കൊണ്ടോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ അവയ്ക്ക് തേയ്മാനം സംഭവിക്കുകയും അവയ്ക്കകത്തുള്ള ആ ജെൽ
ജെൽ-ലൈക്ക് പാർട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രാവെർട്ടിബിൾ ഡിസ്കിൽ നിന്ന് പുറത്തേക്ക് വരുവാനുമായിട്ടുള്ള ബൾജ് ഔട്ട് ചെയ്യുവാനുമായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നു. എന്തുകൊണ്ടെല്ലാമാണ്? കശേരുക്കളുടെ ആ തേയ്മാനം ഉണ്ടാകാം, പെട്ടെന്നുള്ള ആഘാതം ഉണ്ടാകാം, നർത്തലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം ഇൻട്രാവെർട്ടിബിൾ ഡിസ്കിൻ്റെ ഉൾഭാഗത്തെ ജെല്ലുള്ള ഭാഗം പുറത്തേക്ക് തള്ളുവാനിടവരും. ഇങ്ങനെ തള്ളി വരുമ്പോൾ എന്താണ് അതിന് പറയുന്നത്? ദീസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡിസ്ക് പ്രോലാപ്സ്. ഇങ്ങനെ പുറത്തേക്ക് ആ ജെല്ല് പോലെയുള്ള ഭാഗം തള്ളി വരുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ക് പ്രോലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് തെറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. ഡിസ്ക് തെറ്റൽ അല്ലെങ്കിൽ ഡിസ്ക് തെറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. ആസ് ദിസ് ബൾജിങ് കോസ് പ്രഷർ ഇൻ ദ സ്പൈനൽ നെർവ്. അപ്പം ഇങ്ങനെ പുറത്തേക്ക് ഈ ലിക്വിഡായിട്ടുള്ള ഭാഗം പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് സ്പൈനൽ നെർവിൽ എന്ത് ചെയ്യുന്നു? വളരെയധികം പ്രഷർ ഉണ്ടാക്കുന്നു. ഇറ്റ് റിസൾട്ട് ഇൻ നംബ്നെസ്. അത് എന്തെല്ലാം പരിണിത ഫലമാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്? കഠിനമായി നംബ്നെസ്, മരവിപ്പുണ്ടാക്കും. അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള വേദനയും ഉണ്ടാക്കും. ആൻഡ് പെയിൻ ഇൻ ദ ബോഡി പാർട്ട്. ശരീരത്തിൻ്റെ പല ഭാഗത്തും മരവിപ്പുണ്ടാവുകയും വേദന ഉണ്ടാവുകയും ചെയ്യുന്നു. ഇഫ് ഇറ്റ് അഗ്രവേറ്റ്സ് ഇറ്റ് വിൽ കോസ് സിവിയർ ബാക്ക് പെയിൻ. പിന്നെ എന്താണ് പ്രശ്നം പറ്റുന്നത്? ഇത് ഗുരുതരമായാൽ, അഗ്രവേറ്റ് എന്ന് വെച്ചാൽ ഗുരുതരമാവുക, കൂടുകയാണെങ്കിൽ കഠിനമായ നടുവേദനയും കാലുകൾക്കുണ്ടാകുന്ന എന്താണ് സംഭവിക്കുന്നത്? കാലുകൾക്ക് വേദന, കാലുകൾക്ക് ബലക്കുറവുണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അഗ്രവേറ്റ്സ് ഇറ്റ് വിൽ കോസ് സിവിയർ ബാക്ക് പെയിൻ, നടുവേദന ഉണ്ടാക്കും. വീക്കനിങ് ഓഫ് ദ ലെഗ് ആൻഡ് ലൂസസ് ഓഫ് സെൻസേഷൻ. അതുപോലെ തന്നെ നമ്മൾക്ക് സെൻസേഷൻ, അതായത് സംവേദന, അതായത് സ്പർശന ശക്തി നഷ്ടപ്പെടുന്നതിനും കാരണമായി തീരും. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദിസ് സിറ്റുവേഷൻ റിക്വയർസ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. ഈ സാഹചര്യത്തിന് വളരെ പ്രധാനപ്പെട്ട് തന്നെ എന്ത് ചെയ്യണം? വൈദ്യരുടെ സഹായം അല്ലെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ്. അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ്. ഇനി നമ്മൾ പോകുന്നത് 105-ാമത്തെ പേജിലേക്കാണ്. 105-ാമത്തെ പേജിൽ എന്താണ് കാണുന്നത്? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ടു ബി ഗീവൺ വെൻ ബോൺസ് ആൻഡ് മസിൽസ് ബിക്കം ഇൻജുവേർഡ്? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അസ്ഥികൾക്കും പേശികൾക്കും പരിക്കുകൾ ഉണ്ടായാൽ ആദ്യം നൽകേണ്ട പ്രഥമ ശുശ്രൂഷകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് നമ്മൾ ചില പ്രഥമ ശുശ്രൂഷകൾ മനസ്സിലാക്കണം. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ഓരോന്നും ഏതെല്ലാം സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുന്നു എന്ന് തിരിച്ചറിയുക. എന്നിട്ട് ചിത്രീകരണം 4.10, അതായത് ഇലിസ്ട്രേഷൻ 4.10 ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും ആ ടെക്സ്റ്റ് എടുത്തു വയ്ക്കുക. ഓക്കെ, ഒന്നാമതായിട്ട് തന്നിരിക്കുന്ന സ്ലിംഗ് എന്ന് പറയുന്നതാണ്. സ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈ കുഴ തെറ്റുകയോ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ വരികയോ ഫ്രാക്ചർ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൈ കെട്ടി തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് സംഗതിയാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൈക്ക് അനക്കമില്ലാതിരിക്കുകയും അത് പെട്ടെന്ന് തന്നെ എല്ലുകളുടെ ഉറപ്പിന് കാരണമാവുകയും ചെയ്യും. സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു അസ്ഥിക്ക് ഒരു പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മുകളിലത്തെ ജോയിൻറ്റിൽ നിന്നും താഴത്തെ ജോയിൻറ്റ് വരെ ചേർത്ത് വെച്ചുകൊണ്ട് അനക്കാനാകാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു? ആ കാലിനെ അല്ലെങ്കിൽ കൈയെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കെട്ടിവെച്ച് കഴിയുമ്പോൾ അനക്കം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ എല്ലുകൾ പെട്ടെന്ന് കത്തിക്കൂടുന്നതിനായിട്ട് സഹായിക്കും. അതിന് സ്പ്ലിൻ്റ് എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന ബാൻഡേജാണ്. ബാൻഡേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തത്തിൻ്റെ ഒഴുക്ക് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സാധാരണയായി ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതൊന്ന് ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് ബാൻഡേജ് ഇടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുക ഓർഗനൈസ് ആൻഡ് അവയർനെസ് ക്ലാസ് ബൈ ദ ഹെൽത്ത് എക്സ്പേർട്ട് അബൌട്ട് ദ ഫസ്റ്റ് എയ്ഡ് മെഷർമെൻറ്റ് ഇൻ കണ്ടീഷൻ വിത്ത് ദ ഹെൽത്ത് ക്ലബ്. നിങ്ങളൊരു ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഒരു ഹെൽത്ത് ക്ലബ്ബിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ടു പ്രിപ്പയർ എ സ്ലിംഗ്. സ്ലിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു നല്ല രീതിയിലുള്ള ഒരു തുണി എടുത്തിട്ട് ആ ഒടിഞ്ഞിരിക്കുന്ന കൈഭാഗം ആ തുണിക്കകത്ത് വെച്ച് നമ്മളുടെ കഴുത്തിനോട് ചേർത്ത് അത് കെട്ടി ആ കൈ ആ തുണിഭാഗത്തിനകത്തായിട്ട് വെക്കുക എന്നുള്ളതാണ്. സോ വി ക്യാൻ ടേക്ക് എ പീസ് ഓഫ് ക്ലോത്ത് ആൻഡ് കീപ്പ് ദ ഹാൻഡ് ഇൻസൈഡ്, ദെൻ
we can tie it in our behind the neck so that the hand will not move. So this way we can make a sling until the patient reaches to the hospital. അടുത്തതായിട്ട് എന്താണ്, ഹൗ ടു യൂസ് എ സ്പ്ലിൻറ്റ്, എങ്ങനെയാണ് ഒരു സ്പ്ലിൻറ്റ് ഉപയോഗിക്കേണ്ടതെന്നാണ്. ഇഫ് ദർ ഈസ് എ ഫ്രാക്ചർ ഓർ ഇഫ് ഇറ്റ് ഈസ് എ ഡൗട്ട് ഓഫ് ഇഷ്യൂസ് വിത്ത് ദ ബോൺസ്, വി ക്യാൻ മേക്ക് വാട്ട് ഈസ് കോൾഡ് ടു ഹാർഡ് സ്റ്റഫ് ആൻഡ് കീപ്പ് ഇൻ എ ബാൻഡേജ് ലൈക്ക് തിങ് ഓർ എ ഹാർഡ് ക്ലോത്ത്. In between the hard cloth we can keep that hard stuff without touching the bones, then tie it without shaking the leg. എന്നിട്ട് നമ്മളുടെ കാലുകൾ അനക്കാതെ we have to keep it to take the patient to the hospital. അടുത്തതായിട്ട് how to prevent blood loss when wound occurs, അതായത് ബ്ലഡ് ലൂസ്, അതായത് രക്തത്തിൻ്റെ നഷ്ടപ്പെടൽ എങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും മുറിവുകൾ ഉണ്ടാകുമ്പോൾ. ആ മുറിവിന് നമ്മളൊന്ന് ഡ്രസ്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബാൻഡേജ് ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബ്ലഡ് ലോസ് ഉണ്ടാകാതിരിക്കും. ദ യൂസ് ഓഫ് ബാൻഡേജ് ആൻഡ് ബാൻഡേഡ്സ്, എങ്ങനെയാണ് ബാൻഡേജും ബാൻഡേഡുകളും ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇനി അടുത്തതായിട്ട് ഫസ്റ്റ് എയ്ഡ് ഗിവൺ ടു ദ സ്പൈനൽ ഇഞ്ചുറി, അതായത് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് ഒരു സ്പൈനൽ ഇഞ്ചുറിക്ക് അല്ലെങ്കിൽ ഒരാളുടെ സുഷ്മനയ്ക്ക് പരിക്കേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. അദ്ദേഹത്തെ സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തുക, തലയോ ശരീരഭാഗങ്ങളോ അനങ്ങരുത്. അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു തുണി, 2 തുണി കഷണം ശരീരത്തിൻ്റെയും തലയുടെയും 2 സൈഡിലും വെച്ച് അനക്കാതെ ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 105-ാമത്തെ പേജിൽ മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി എന്നുള്ളതാണ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. എക്സ്റേ ടെക്നോളജി ഹാസ് ബീൻ വൈഡ്ലി യൂസ്ഡ് ഫോർ ദ അക്യുറേറ്റ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ, ട്യൂമറസ് ആൻഡ് അതർ ബോൺ ഡാമേജസ്. അതായത് നമ്മളോട് പറയുന്നത് എന്താണ്, എക്സ്റേ ടെക്നോളജി എന്തെല്ലാം കാര്യത്തിന്, ഒടിവുകൾ, സ്ഥാനഭ്രംശങ്ങൾ, മുഴകൾ, അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് തകരാറുകൾ എന്നിവ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഡിറ്റക്ഷൻ ഓഫ് ഫ്രാക്ചർ, അതായത് ഒടിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻ, അസ്ഥികളുടെ സ്ഥാനചലനം, ട്യൂമർ, മുറകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ എല്ലിനുണ്ടാകുന്ന മറ്റുള്ള പരിക്കുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് എക്സ്റേ ടെക്നോളജി ഉപയോഗിക്കുന്നു. Ultrasound scanning, magnetic resonance imaging (MRI) and computerized tomography CT scan are latest technology for diagnosis. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എക്സ്റേക്ക് പകരമായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കാം, അതുപോലെ തന്നെ CT സ്കാനിങ് എടുക്കാം. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്നറിയാനായിട്ട്. ദിസ് ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് ഈസ് നോൺ ആസ് മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി. അതായത് ഇങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇമേജുകൾ എടുക്കുന്നതിന് പറയുന്ന പേരാണ്, ആ ഒരു ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി എന്നാണ് പറയുന്നത്. കോഴ്സസ് ഓൺ മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി പ്രൊവൈഡ് അട്രാക്റ്റീവ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻറ്റ്. അതായത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് മെഡിക്കൽ ഇമേജിനിങ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ നല്ല സാലറിയോട് കൂടിയുള്ള ജോലി കിട്ടുവാനായിട്ട് സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.